വിജയത്തിൻ്റെ തന്നെ ഈ ഇത്രയും നമ്പർ കുറഞ്ഞതിൻ്റെ തന്നെ ഇപ്പം ഈഴവർക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഉള്ളതാണ് മദ്യവുമായി ബന്ധപ്പെട്ട മദ്യവ്യാപാരവുമായിട്ട്. ഇപ്പോൾ ബാർ ഹോട്ടലുകളും ഈ കേരളത്തിൻ്റെ ഇൻഡസ്ട്രി, ഞാൻ അതിനൊരു ഇതായിട്ട് പറഞ്ഞത്, ഇൻഡസ്ട്രി തന്നെ ഏറ്റവും കൂടുതൽ ഈഴവർ ആയിട്ടുള്ള ആൾക്കാരാണ്, സമുദായങ്ങളാണുള്ളത്. അപ്പോൾ VM സുധീരൻ മദ്യനയത്തിലെടുക്കുന്ന നിലപാടുകൾ അത് സമുദായത്തിലെ അംഗങ്ങൾക്ക് ഗുണകരമായിട്ട് കാണാൻ തോന്നുന്നുണ്ടോ? അല്ല, ഗുണകരമല്ല. തിരിച്ചൊരു വാദമുള്ളത്, സമുദായത്തിലെ അപ്പർ ലെയറിൽ നിൽക്കുന്ന കുറേ പേർക്കൊഴിച്ച് പാവപ്പെട്ടവരായിട്ടുള്ള ഇപ്പോൾ സ്ത്രീകൾ, കുട്ടികൾ, അവരായിട്ടുള്ള ആൾക്കാർ, അത് എല്ലാ മതങ്ങളിലും എല്ലാ ജാതികളിലും പെട്ടവർ സുധീറിൻ്റെ ഈ സ്റ്റാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വാദമുണ്ട്. കാരണം എല്ലാ കാലത്തും ഇപ്പോൾ പണ്ട് മൻമോഹൻ സാറും കുമാരപിള്ള സാറൊക്കെ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്നു. ഈ മദ്യപിക്കുന്നവർ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ മദ്യത്തെ എതിർക്കുന്നവരോട് ഒരു എന്താ പറയുക, അവർക്കൊരു ആദർശത്തിൻ്റെ പരിവേഷം നൽകിയ ഒരു ചരിത്രമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗുരുദേവൻ മദ്യപാനത്തിനെതിരെ വളരെ ശക്തമായ നിലപാടെടുത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ കോൺട്രവേഴ്സിയാണ്. ഈ മദ്യം പരസ്യമായി വിൽക്കുന്നതാണ് ദോഷം എന്നുള്ളത് ഒരു പറ്റമാണ്. ഇപ്പോൾ മദ്യം പരസ്യമായി ലഭ്യമല്ലെങ്കിൽ മനുഷ്യൻ ഡ്രഗിലേക്ക് പോകും. ഞാൻ മിസോറാം എന്ന് വരികയാണ്. അവിടെ പ്രൊഹിബിഷനുണ്ട്, പക്ഷേ എല്ലാവരും കുടിക്കുന്നു. സാമ്പത്തിക ശേഷിയുള്ളവർ വലിയ വില കൊടുത്ത് നല്ല സാധനം വാങ്ങിച്ചു കുടിക്കുന്നു. അല്ല, പ്രൊഹിബിഷൻ ഉള്ളതുകൊണ്ട് പിന്നെ വാങ്ങിക്കാൻ പറ്റുമോ? അതിലെ വലിയ വില കൊടുത്ത് നല്ല സാധനം വാങ്ങിച്ചു കുടിക്കുന്നു സാമ്പത്തിക ശേഷികൾ. അല്ലാത്ത ആളുകൾ സ്പ്യൂറിയസ് ആയിട്ടുള്ള പല ഇൻടോക്സിക്കേറ്റിംഗ് ലിക്കറും വാങ്ങിച്ച് കുടിക്കുന്നു. അതുകൊണ്ട് എന്ത് പറ്റിയ അവിടെ ക്യാൻസർ കൂടുതൽ വരുന്നു, രോഗങ്ങൾ കൂടുതൽ വരുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ളത് ഇപ്പോൾ അവിടെയാണ്. കാരണം സ്ത്രീകൾ പിന്നെ പുകയിലേക്ക് പോകുന്നു, പുകയില കൂടുതൽ ഉപയോഗിക്കുന്നു. അപ്പോൾ എവിടെയാണോ ഇത് സുലഭമായി ലഭിക്കാത്തത് അവിടെ മറ്റ് രീതിയിലുള്ള അവിഹിത ഏർപ്പാടുകൾ വരുന്നു. കേരളത്തിൽ തന്നെ പണ്ട് പ്രൊഹിബിഷൻ ഉണ്ടായിരുന്ന കാലത്ത് ഈ പാവപ്പെട്ട പല വീട്ടിലെയും പെണ്ണുങ്ങൾക്ക് ചാരായം വാറ്റായിരുന്നു. മിക്ക വീടുകളിലും വാറ്റായിരുന്നു. അതില്ലെന്ന് അപ്പോൾ അങ്ങനെ വീടുകളിൽ ഈ വാറ്റാകുമ്പോൾ അതിനോടനുബന്ധിച്ച് പല ഇമ്മോറൽ ബിസിനസ്സുകളും നടക്കും. അപ്പോൾ ഇത് ലഭ്യമാണ്, നല്ല സാധനം കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണെങ്കിൽ അങ്ങനെയുള്ള ഒന്നും നടക്കില്ല. എങ്ങനെ നാട്ടിൽ വാറ്റുന്നൊന്നും. അപ്പോൾ താങ്കൾ പറയുന്നത് എല്ലായിടത്തും നല്ല മദ്യം കൊടുക്കണം. പിന്നെ മദ്യം കഴിക്കാതെ വിദേശത്തൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും സുലഭമാണ്, പക്ഷെ അവർ ഒരു പെഗ് 2 പെഗിൽ കൂടുതൽ കഴിക്കുന്നില്ല. ഇവിടെയുള്ളവർ മൂക്കറ്റം കഴിക്കുകയാണ്. അത് ഈ നിയന്ത്രണം ഉള്ളതുകൊണ്ടാണ്. അപ്പം നിയന്ത്രണം ഇത് തീരും, തീർച്ചയായിട്ടും തീരും. നിയന്ത്രണം എല്ലാം ഇത് കാണും, എല്ലാ വീട്ടിലും ചിലപ്പോൾ കാണും. അത് അവിടെ ഇരിക്കേ ഉള്ളൂ, അവർ ദിവസം എടുത്ത് കുടിക്കത്തൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോൾ 2 ഡ്രിങ്ക് എടുക്കും, കുടിക്കും, പോകും. അതല്ലാതെ ഞാൻ അവിടെ അമേരിക്കയിൽ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ളൊരു വികാരത്തിൽ ഉണ്ടാകും. ഇപ്പം തന്നെ ഈ ക്ലബിൽ പോയി കുടിക്കുന്നവരായിരുന്നാലും ഷാപ്പിൽ പോയി കുടിക്കുന്നവരായിരുന്നാലും 2 മണിക്കൂറിനും വേഗം വിഴുകും. നേരെ മറിച്ച് അത് നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ സൗകര്യമായിട്ട് 1-2 ഒക്കെ അടിക്കും. ഇതുപോലെ ഗൾപ്പ് ചെയ്തുകൊണ്ടൊന്നും പോകത്തില്ല. ഇത് അമേരിക്കയിലാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ പ്രൊഹിബിഷനുള്ള കാലത്ത് ഈ ബൂട്ട് ലെഗർ എന്ന വാക്ക് വന്നത് അമേരിക്കയിൽ നിന്നാണ്. ഈ ഹൈ ബൂട്ട്സ് ഇട്ടിട്ട്, ഈ റബ്ബറിലുള്ള ഹൈ ബൂട്ട്സ് ഇട്ടിട്ട് മുട്ടുവരെയുള്ള ഇതിൻ്റെയൊക്കെ അകത്ത് ഈ പൈൻറ്റ് ബോട്ടിൽ കയറ്റിയിരുന്നാണ് വിറ്റുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ ചാരായം വിൽക്കുന്നവന്മാരെ ഈ ബൂട്ട് ലെഗർ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇതാണ്. നിരോധനം ഒരിതല്ല, നിയന്ത്രണമാണ് വേണ്ടത്. നിയന്ത്രണം സാധ്യമാണ്. ഉദാഹരണം ഞാൻ പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും സ്മോക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു സദസ്സിലോ ഒരു പാർട്ടിയിലോ ഒന്നും പോയാൽ സ്മോക്ക് ചെയ്തത് വളരെ ചുരുക്കമാണ്, വളരെ കുറഞ്ഞിട്ടുണ്ട്. അല്ല, അതിനെതിരെയുള്ള ബോധവൽക്കരണം ശക്തമായതുകൊണ്ടാണ്. ബോധവൽക്കരണം. ഇത് വലിച്ചാൽ ക്യാൻസർ വരും. അതെ, ബോധവൽക്കരണം കൊണ്ടാണ്. അപ്പോൾ ഈ
മദ്യപാനവും ബോധവൽക്കരണം കൊണ്ട് എത്രത്തോളം നിയന്ത്രിക്കാൻ കഴിയുന്നോ അത്രത്തോളം നല്ലതാണ്. പക്ഷെ മദ്യപാനത്തെക്കുറിച്ച് ഡോക്ടർമാർ തന്നെ ഒരു ഒന്ന് രണ്ടെണ്ണമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് എന്നുള്ള തരത്തിലൊരു പ്രചരണം കൊടുക്കുന്നില്ലേ? ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കാർഡിയോളജിസ്റ്റാണ് ഡോക്ടർ പത്മാവതി. ഷി ഹാസ് വൺസ് പ്രസൻറ്റഡ് എ പേപ്പർ saying 1 or 2 pegs of brandy is good for health. കാരണം കൂടുതൽ ബ്ലഡ് സർക്കുലേഷനും അതും ഇതും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവർ ഉപയോഗിച്ച വാക്കിതാണ് 1 or 2 pegs of brandy is good. പക്ഷേ സാധാരണ കഴിക്കുന്നവർ ഒന്നിലോ രണ്ടിലോ നിർത്താറില്ല, അത് വേറെ കാര്യം. അതുപോലെ തന്നെ താങ്കൾ ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ അറിയാം. കൊച്ചിലേ തൊട്ട് കുടിച്ചു തുടങ്ങിയ ഒരുപാട് ഫ്രണ്ട്സിനെ അറിയാം. അവർക്കൊന്നും ഈ ഡ്രിങ്ക്സ് കൊണ്ട് ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. 10, 80, 85 വയസ്സായ ഫ്രണ്ട്സിനെ എനിക്കറിയാം കുടിക്കുന്ന ആളുകൾ. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അവർ അമിതമായി കുടിക്കാറില്ല. അമിതമായി കുടിക്കുമ്പോഴാണ് ഇതിൻ്റെ ദോഷം മുഴുവൻ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കേരളത്തിലെ മന്ത്രിസഭയിൽ ഇപ്പോൾ സി അച്യുതമേനോൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നായനാർ മന്ത്രിസഭയിൽ അംഗമായിരുന്നിട്ടുണ്ട്. ഇവിടെ കരുണാകരൻ്റെ കാലത്താണ് സ്പീക്കറായിരുന്നത് ആദ്യം. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ നേതാക്കളെയൊക്കെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? എങ്ങനെയാണ് സി അച്യുതമേനോനെയും നായനാരെയും കരുണാകരനെയൊക്കെ വിലയിരുത്തുകയാണെങ്കിൽ? അതൊരു ഇപ്പം 3 പേരും ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് പിന്നെ അത് ശരിയല്ല. അല്ല, കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പോസിറ്റീവ് ക്വാളിറ്റി ശരിയല്ല. എല്ലാവർക്കും ചിലതായ ക്വാളിറ്റി ഉണ്ട്. ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരായിരുന്നു? അച്യുതമേനോൻ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായിരുന്നു. വളരെ ഡീസൻ്റ് ആയിരുന്നു അദ്ദേഹം. അപ്പം ഞാൻ വേറൊരു പാർട്ടി അഗ്രികൾച്ചറൽ ലേബർ മിനിസ്റ്റർ ആയിരുന്നു, കൃഷിയും ലേബർ തൊഴിലും. അല്ല, അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ ഇടപെടാറില്ല അങ്ങനെ മന്ത്രിമാരുടെ? ഇല്ല. എന്തെങ്കിലും നമ്മളൊരു എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അദ്ദേഹം അത് ഫയലിൽ എഴുതില്ല, നേരിട്ട് പറയുള്ളൂ. അദ്ദേഹം ആ ഫയൽ വെച്ചിട്ട് ചീഫ് സെക്രട്ടറി പറഞ്ഞ് വന്ന് ഡിസ്കസ് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ പലപ്പോഴും ചീഫ് സെക്രട്ടറി എടുത്ത് ഡിസ്കസ് ചെയ്യണ്ട, ഞാൻ നേരിട്ട് പോയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നതാണ് ശരിയെന്ന് അദ്ദേഹം ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ, അതല്ല അദ്ദേഹം പറയുന്നതാണ് ശരിയെങ്കിൽ ഞാൻ സമ്മതിക്കും. ഞാൻ എന്നാൽ അദ്ദേഹം ഫയൽ ചെയ്ത് തരും. ഞാനതുകൊണ്ട് മാറ്റി എഴുതി ഫയൽ സബ്മിറ്റ് ചെയ്യും. അതുകൊണ്ട് ഒരു അൺപ്ലസൻറ്റ്നെസ് ഒരിക്കലും ഉണ്ടാവില്ല. ഈ ഉമ്മൻചാണ്ടി സർക്കാരിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഹീസ് ഡൂയിങ് വെൽ. ബാക്കി പലർക്കും ഉണ്ടാകാത്ത രീതിയിലുള്ള പല ബുദ്ധിമുട്ടുകളും അദ്ദേഹമുണ്ട്. ഇപ്പം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷമില്ലായിരുന്നു. ഇപ്പം ഏതായാലും അത് സ്വല്പം കൂട്ടി കിട്ടിയിട്ടുണ്ട്, 2 സീറ്റ് കൂട്ടി കിട്ടിയിട്ടുണ്ട്. അത്രയും ആശ്വാസമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ബഹുജന സമ്പർക്കം വളരെ നല്ല പരിപാടിയാണ്. ഈ ബഹുജന സമ്പർക്ക പരിപാടി, ജില്ലകൾ തോറുമുള്ള പരിപാടി, ഇത് അദ്ദേഹം തുടരുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊരു വാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു, മുഖ്യമന്ത്രി നേരിട്ട് ജനങ്ങളോട് ബന്ധപ്പെടുന്നത് നല്ലൊരു കാര്യം തന്നെ. പക്ഷേ ഇതിനെക്കുറിച്ച് തിരിച്ചൊരു വാദമുള്ളത്, ഇപ്പോൾ താങ്കളെപ്പോലുള്ള ഭരണാധികാരികൾക്ക് അറിയാവുന്ന കാര്യമാണ്, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ CEO ആണ്. അപ്പോൾ താങ്കൾ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആയിരുന്നപ്പോൾ ഇരുന്ന പോലെ ഒരു ഫോക്കസ്ഡ് ആയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കേണ്ട ആളാണ് മുഖ്യമന്ത്രി. അദ്ദേഹം മുഴുവൻ സമയവും സാധാരണക്കാരൻ്റെ അത് ചെയ്യാൻ വില്ലേജ് ഓഫീസർമാർ മുതൽ ചീഫ് സെക്രട്ടറി വരെ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം എല്ലാ സമയവും ഈ ജനസമ്പർക്ക പരിപാടിയായിട്ട് ഇറങ്ങിയാൽ ഈ ഭരണയന്ത്രത്തിൻ്റെ ഒരു ഭരണയന്ത്രത്തിൽ മറ്റുള്ളവർക്കൊന്നും റോളില്ലാത്തൊരവസ്ഥ, ഇപ്പം രാജഭരണം പോലെ ഉള്ള അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളൊരു ആക്ഷേപം മറുപക്ഷത്തുനിന്ന് അവർ ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വലിയ പ്രൊജക്റ്റുകൾ, വലിയ കാര്യങ്ങൾ ചെയ്യാൻ CEO എന്ന നിലയിൽ അദ്ദേഹത്തിന് ടൈം കിട്ടില്ല, ഫോക്കസ് കിട്ടില്ല എന്നുള്ളൊരു വാദമുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തെ കാണാൻ ഇപ്പോഴും ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നാണ് മനസ്സ് അപ്ലൈ ചെയ്തിട്ട് ഒരു ഭരണാധികാരിക്ക് തീരുമാനമെടുക്കാൻ കഴിയുക? അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് ക്ഷീണം സംഭവിക്കുന്നില്ല. ഇവൻ സരിതാ സംഭവം പോലും ആ തരത്തിലുള്ള ഒരു ഇഗ്നറൻസിൻ്റെ ഒരു എലമെൻ്റ് ഇല്ലേ അതിൻ്റെ പറയും? അത് ഈ ആരോടും മുഷിഞ്ഞ് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അത് അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് ആണോ അതാണോ എനിക്ക് ഞാൻ പറയുന്നില്ല. ആരോടും മുഷിഞ്ഞ് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷേ അതേ സമയത്ത് ഈ ജനങ്ങൾക്ക് അദ്ദേഹം അപ്രോച്ചബിൾ ആണെന്നൊരു ഫീലിംഗ് ജനങ്ങൾക്കുണ്ട്. ആർക്കും ചെന്ന് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയാം. ആർക്കും ചെന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയാം. ഈ ജില്ലയിൽ പോകുമ്പോൾ ഒരിക്കലും പരിഹരിച്ച് കിട്ടാത്ത എത്ര കാര്യങ്ങളിലാണ് അദ്ദേഹത്തിന് അവിടെ വെച്ച് തീരുമാനമെടുത്ത് കൊടുക്കാൻ കഴിയുന്നത്. അതൊന്നും ഭരണ തലത്തിൽ കൂടി വേറെയൊക്കെ കിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയുന്നു തഹസിൽദാർക്ക് ചെയ്യാവുന്നവർ, അവരൊന്നും ചെയ്യില്ല. അവർക്കൊന്നും ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ കഴിയില്ല.
അവർ ചിലപ്പോൾ ചെയ്താൽ അത് ചിലപ്പോൾ തെറ്റായി വരും, അല്ലെങ്കിൽ അത് പിന്നെ അവരുടെ പേരിൽ നടപടിയെടുക്കാൻ കാരണമാകും. മുഖ്യമന്ത്രി ചെയ്താൽ ആരും നടപടിയെടുക്കാനില്ല. അദ്ദേഹത്തിന് കൺവിൻസ്ഡ് ആണ് ദിസ് ഈസ് എ ഡിസർവിങ് കേസ്, ഈവൻ ഇഫ് ദി റൂൾസ് ആർ അഗൻസ്റ്റ് ഈ ക്യാൻ ഡു ഇറ്റ്. അത് നല്ല കാര്യമല്ലേ? നേരെ മറിച്ച് മോശക്കാര്യത്തിൽ ചെയ്താൽ തന്നെ there will be a public criticism.